ഈ വരുന്ന ഓഗസ്റ്റ് 29, 30, അടുത്ത മാസം 1 തീയതികളിലായി NBR ക്യാൻസർ സെൻ്ററിൽ ലോകത്തെ അതിവിദഗ്ധരായ ക്യാൻസർ വിദഗ്ധന്മാർ, ഡോക്ടർമാർ, റിസർച്ച് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഇന്ത്യക്കുള്ളിലുള്ള 600ഓളം ഓങ്കോളജി ഡോക്ടർമാർ, അതുപോലെ തന്നെ ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്ന മിഷനറികളുടെ GE ഫിലിപ്സ് അങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ തന്നെ NBR ക്യാൻസർ സെൻ്ററിൽ എത്തുകയാണ്. ഒരു വലിയ കോൺഫറൻസ്, ഓങ്കോളജിയുടെ കോൺഫറൻസ് നടക്കുകയാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ സഹകരണ മേഖലയിലെ ആദ്യത്തെ, അല്ലെങ്കിൽ സഹകരണ മേഖല മുൻകൈ എടുത്തുണ്ടാക്കിയ ആദ്യത്തെ ക്യാൻസർ സെൻ്ററാണ് NBR ക്യാൻസർ സെൻ്റർ. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എങ്ങനെ ക്യാൻസറിനെ അതിജീവിക്കാം, അതിനെപ്പറ്റി ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതിൻ്റെ റിസർച്ചുകൾ എന്തൊക്കെയായിരിക്കണം, ഏതൊക്കെ രീതിയിൽ, അതൊരു ഒരു 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 മാനദണ്ഡം മാത്രമല്ല, ആയുർവേദ്യമായിട്ടും. ഇപ്പോൾ ഞങ്ങൾ കോട്ടക്കൽ ആയുർവേദശാലയുടെ സാമ്പിൾ പരിശോധിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. കോട്ടക്കൽ ആയുർവേദശാല എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ, ഏഷ്യയിൽ തന്നെ ആയുർവേദ്യത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആയുർവേദ്യ സ്ഥാപനമാണ്. അതും ഞങ്ങളും ചേർന്ന് റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ കോൺഫറൻസാണ്. പുറത്ത് ജനങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും ഇന്ത്യയിലെ ഓങ്കോളജിസ്റ്റുകളുടെയും അതുപോലെ തന്നെ വിദേശത്തുള്ള ഇറ്റലി, USA, UK അങ്ങനെ തുടങ്ങിയുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ, അങ്ങനെ 60ഓളം വിദഗ്ധരായ ഡോക്ടർമാർ, ശ്രീലങ്കയിൽ നിന്ന് അങ്ങനെ തുടങ്ങി പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഡോക്ടർമാർ വരിക. ഈ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ 8 വർഷത്തിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. 7 വർഷം NBR ക്യാൻസർ സെൻ്റർ തുടങ്ങിയിട്ട് അതിനുള്ളിൽ തന്നെ ഏകദേശം 56ഓളം രാജ്യങ്ങളിൽ നിന്ന് ചികിത്സ തേടിയ ആളുകൾ എത്തി എന്ന് പറയുന്നത് NBR ക്യാൻസർ സെൻ്ററിൻ്റെ പുറമേയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ്. സാധാരണക്കാരുടെ ചെറിയ ചെറിയ പൈസ കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ സ്ഥാപനമാണ് NBR ക്യാൻസർ സെൻ്റർ. അതിൻ്റെ സാരഥി എന്നുള്ള നിലയ്ക്ക് NV രാഘവന് ഞങ്ങളുടെ ടീമിന് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി തുടങ്ങി വെച്ചിട്ടുള്ള NBR ക്യാൻസർ സെൻ്റർ, അദ്ദേഹം തുടങ്ങിയ പെരിയാരം മെഡിക്കൽ കോളേജ്, സഹകരണ മേഖലയിൽ ആദ്യത്തെ പെരിയാരം മെഡിക്കൽ കോളേജ്, അതുപോലെ നടത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ സെൻ്റർ അദ്ദേഹത്തിൻ്റെ പേരിൽ ആവുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ്. ഈ കോൺഫറൻസിൽ ഒരു വലിയ വിജയമാവട്ടെ, അതിന് നിങ്ങളെയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. തുടർന്നും ഇങ്ങനെയുള്ള കോൺഫറൻസുകളും റിസർച്ചുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NBRൽ മാത്രമായി തന്നെ ഒരു ദിവസം പുതുതായിട്ട് ഏകദേശം 70 രോഗികൾ, ശരാശരി 70 രോഗികൾ പുതിയ രോഗികളായിട്ട് വരിക ക്യാൻസറുമായി ബന്ധപ്പെട്ട്.
അപ്പോൾ RCCയിൽ എത്രയോ ഉണ്ടാവും, 10 300 ഉണ്ടാവും. അതുപോലെ തന്നെ തലശ്ശേരി ക്യാൻസർ സെൻ്ററിൽ 100ഓളം ഉണ്ടാവാം. ബാക്കി അമല, അമൃത അങ്ങനെ തുടങ്ങിയുള്ള ചെറുതും വലുതുമായ ക്യാൻസർ സെൻ്ററുകളിലൊക്കെ, ക്യാൻസർ യൂണിറ്റുകളിലൊക്കെ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാൻസറിൻ്റെ വ്യാപ്തി എത്രയുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെയാണ് NVR ക്യാൻസർ സെൻ്റർ റിസർച്ചും മറ്റു കാര്യങ്ങളും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊണ്ടുവന്ന് ഞങ്ങളുടെ ഡോക്ടർമാർക്കും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി, ഇന്ത്യയിലെ ഓങ്കോളജിസ്റ്റുകൾക്ക് മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളൊരു കോൺഫറൻസ് നടത്തുന്നത്. നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ NVR ക്യാൻസർ സെൻ്ററിന് ഉണ്ടാവണം എന്ന് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.